പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളി കോളനിക്കെതിരായ ബഹുജന പ്രക്ഷോഭത്തിൽ അറസ്റ്റ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാതിയിൽ വെങ്കോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിൽ പ്രതിഷേധിച്ച പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. കോളനി കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സജീവമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സൈഫുനിസ അലിയാറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സൈഫുനിസ, എന്താണ് സംഭവം? ഇതിലിപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയായ സാഹചര്യം എന്താണ്? സംഗീത, നമുക്കറിയാം പെരുമ്പാവൂരാണ് കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലം. ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പെരുമ്പാവൂര്. ഇവിടെ പ്രത്യേകമായി ഭായ് കോളനി എന്ന പേരിലൊരു സ്ഥലം കൂടിയുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഭായ് കോളനി എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് നാളുകളായി ഇവിടെ മദ്യവും ഒപ്പം തന്നെ മയക്കുമരുന്ന് വിൽപ്പനയും ഒക്കെ തന്നെ നടക്കുന്നു. സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പോലീസ് തുടരെ വന്ന് റെയ്ഡ് നടത്തുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം ഈ കോളനി പരിസരത്തേക്ക് ഉണ്ടാവുകയും ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാതിയിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഭായ് കോളനിയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളും ഒപ്പം തന്നെ സമീപത്തെ നാട്ടുകാരും തമ്മിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാട്ടുകാരും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പലതവണ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഈ രീതിയിലുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള പരാതിയും അതിനൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് വരെ ഒഴിപ്പിക്കണമെന്നൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിൽ ബഹുജന പ്രക്ഷോഭത്തിൽ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. സൈഫുനിസ അലിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.